ഇന്ന് നമ്മൾ ഏകദേശം ഒരു 6000 അടുപ്പിച്ചൊരു ടാർഗറ്റ് നമ്മളിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലൈവ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ റെക്കോർഡ് ഓണാക്കി വരുമ്പോഴത്തേക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായിരുന്നു. ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. നമ്മൾ 9:45 നമ്മളുടെ ട്രേഡിൽ എൻ്ററായി. ജസ്റ്റ് 1 മിനിറ്റ് കഷ്ടിച്ച് 1 മിനിറ്റിൽ നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായി. 9:46 നമ്മളുടെ ടാർഗറ്റ് ഹിറ്റായി. ഒരു 105 ക്വാണ്ടിറ്റിയാണ്. 51,400 PE ആണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ചൂസ് ചെയ്തതും ബൈ ചെയ്തത്. ഞാൻ ലോജിക്കും കൂടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ബാങ്ക് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സിൻ്റെ ചാർട്ടാണ്, സ്പോട്ടിൻ്റെ ചാർട്ടാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ ഒരു ബേസിക് ആയ കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു 940 ക്യാൻഡിലിൻ്റെ ഫോർമേഷന് ശേഷമാണ് നമ്മളുടെ ട്രേഡ് എടുത്തത്. ഓക്കെ, ആ ക്യാൻഡിലിൽ നമ്മൾ ഒരു ഫിബോയെ ഡ്രോ ചെയ്തു. ഓക്കെ, ഒരു ഫിബോയെ ഡ്രോ ചെയ്തു. അതിൻ്റെ ഒരു 0.6% നമ്മൾ ഒരു ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തു. ജസ്റ്റ് ആ നമ്മുടെ ലൈനിനെ ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ ട്രേഡിൽ ഞാൻ എൻ്ററായി. ജസ്റ്റ് ഒരു സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 78 പോയിൻറ്റ്സിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസും വയ്ക്കേണ്ടി വന്നില്ല. ടാർഗറ്റും വയ്ക്കാൻ പറ്റിയില്ല. ഓക്കെ, ഏകദേശം ഈ ഒരു ലെവലിൻ്റെ സ്റ്റോപ്പ് ലോസും ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഏകദേശം ഇവിടെ 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റുമാണ് നമ്മൾ വച്ചത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ ക്യാൻഡിലാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തായിട്ട് കാണിക്കണം. പക്ഷേ സ്പോട്ടിൻ്റെ ഇത് വെച്ചിട്ട് പ്രീമിയത്തിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റിജക്ഷൻ്റെ സ്ഥലത്ത് തന്നെ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അതാണ് എനിക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഞാൻ വീഡിയോ ഓണാക്കി വരുമ്പോഴത്തേക്കും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഓവറോൾ ഒരു 6000 ഏകദേശം ഒരു 6000 പ്രോഫിറ്റാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തത്. ഇതായിരുന്നു 2 ദിവസം, കുറേ ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരു റേഞ്ചിലായിരുന്നു. ഇന്നാണ് മാർക്കറ്റ് ഒന്ന് റേഞ്ച് ബൗണ്ടിൽ നിന്നൊന്ന് വെളിയിലേക്ക് വന്നത്. അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഗ്രീഡിനെസ്സോ അങ്ങനെ ഒന്നും വെച്ചില്ല. നമ്മളുടെ ടാർഗറ്റ് ഉടനെ തന്നെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഓവറോൾ ഒരു 5000+ ടാർഗറ്റാണ് നമ്മളിന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡ്. ഇന്നലെ എനിക്ക് ട്രേഡ് ലോസ് ആയിരുന്നു. അപ്പോൾ ലോസിനേക്കാളിലുപരി ഫുള്ള് റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിരുന്നു. ഞാൻ രാവിലെ ഒരു 9:50 ആ ഒരു ടൈമിൽ ഞാൻ ട്രേഡ് എടുത്തായിരുന്നു. പക്ഷേ ടാർഗറ്റും ഹിറ്റ് ചെയ്തില്ല, സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്യാതെ ഒരു 3 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എല്ലാം കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയാവുന്നില്ല, അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, സ്ട്രാറ്റജി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയോ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ, കാരണം ഞാൻ മാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഞാൻ മാത്രം ലോസ് ആവുകയല്ല. നിങ്ങൾ എന്നെ കണ്ടിട്ടൊരിക്കലും ട്രേഡ് എടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങരുത്. നിങ്ങൾ തനിയെ പഠിക്കുക, നിങ്ങളുടേതായ ലെവൽസിനെ നിങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. എൻ്റെ വീഡിയോ വെറും ഒരു എന്താ പറയുക, ഒരു റെഫറൻസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണുവാനോ മാത്രം ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റും നിങ്ങളുടെ ഇതും കൂടെ വച്ചിട്ട് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയും വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ എന്നെക്കൊണ്ടാവുന്ന രീതി, ഞാൻ ഈ ഒരു യൂട്യൂബറൊന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ വലിയ PPT ഒന്നും ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊന്നും എന്നിൽ നിന്നും വീഡിയോ പ്രതീക്ഷിക്കേണ്ട. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ബ്ലാക്ക് ബോർഡിലോ ഒരു എക്സൽ ഷീറ്റിലോ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൺസെപ്റ്റിനെ ക്ലിയർ ആക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ വലിയ രീതിയിൽ ഒരു PPT പ്രസൻറ്റേഷനൊക്കെ ചെയ്തു, ക്യാൻഡിൽ സ്റ്റിക്കിനെയൊക്കെ വരച്ചു, റെഡ് ഗ്രീന് അങ്ങനെയൊക്കെ വരച്ച് അങ്ങനെയൊക്കെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു പാർഷ്യൽ ഇൻകം അല്ലെങ്കിൽ ഒരു പാരലൽ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ് ലെവലിലൊരാളെ സംബന്ധിച്ച് ഒരു 5,000 10,000 ഡെയിലി ഒരു പാർഷ്യൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വളരെ 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 ഒരു വലിയ കാര്യമാണ്. സോ അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ഇപ്പോൾ ഒരു 600+ അടുത്ത് അല്ലെങ്കിൽ ഒരു 600 അടുത്ത് മെമ്പേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവണം. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് എല്ലാം കൂടെ ടൈം കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. അല്ലെങ്കിൽ നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പോ നമുക്കത് ചെയ്യാം. ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ഒരു ടെലിഗ്രാം ഗ്രൂപ്പോ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ അനലൈസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മളുടെ വിഷൻസ് ഷെയർ ചെയ്യാം. അതൊക്കെ നമുക്ക് സെറ്റാക്കി എടുക്കാം. ആദ്യം ജസ്റ്റ് എല്ലാവരും പ്രോഫിറ്റബിളായി വരട്ടെ. എല്ലാവർക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുക. നമുക്ക് ഒരുമിച്ച് പ്രോഫിറ്റബിൾ ആവാം. നമുക്ക് ഒരുമിച്ച് ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓവറോൾ ഇന്നത്തെ ട്രേഡും
ലോജിക്കും പ്രോഫിറ്റും ഇതായിരുന്നു. താങ്ക് യു, ബൈ.